നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പനും മോളും നല്ല ഉറക്കമാണ് രാവിലെ. ഞാൻ വെളുപ്പിന് എണീറ്റ് ഫ്രഷായി ഒരു സൈക്കിൾ ഓട്ടാനായിട്ട് പോകാമെന്ന് കരുതി. ഏതായാലും പണി പോയല്ലോ, ഇനിയിപ്പം ഫിസിക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ആരോഗ്യമൊക്കെ നന്നാക്കാമെന്ന് കരുതി. പ്രസവം കഴിഞ്ഞിട്ട് ഇതുവരെ വലുതായിട്ട് വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല. സൈക്ലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് സൈക്കിളിലാണ്. അന്നൊക്കെ കുറച്ച് മെലിഞ്ഞ് ഉണങ്ങിയൊക്കെ ഇരുന്നു. അത് കണക്ക് തന്നെ തിരിച്ച് വരാൻ പറ്റുമെന്ന് നോക്കാം. ഒറ്റയ്ക്ക് ഇങ്ങനെ സൈക്കിളിൽ പോകാനാണ് എനിക്കിഷ്ടം. ഞങ്ങളുടെ വീടിനടുത്തൊരു കൺസർവേഷൻ ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് പോകാനായിട്ട് നമ്മുടെ അടുത്തുനിന്ന് ഒരു നദിയുടെ സൈഡിൽ കൂടി ഒരു ചെറിയ ട്രെയിലുണ്ട്. ഇതിലേക്കൂടി പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ നാടെന്ന് പറയാം. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്ത് ഇതേ കണക്കത്തെ വഴികളില്ലേ, അതേ കണക്കൊരു വഴി കൂടി കുറേ ദൂരം ചവിട്ടി, കുറേ ദൂരം നടന്നു. കൊതുകുണ്ടായിരുന്നു കേട്ടോ. കുറേ പോയതിന് ശേഷമാണ് 2-3 ആൾക്കാരെ കണ്ടത്. അവരെ കണ്ടപ്പോഴൊന്ന് സമാധാനമാവും. ആൾക്കാരൊക്കെ വരുന്ന വഴി തന്നെയല്ല, ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് നടക്കാനും ഓടാനും വരുന്ന വഴിയാണ്. ഏതായാലും ഞാൻ ആ കൺസർവേഷൻ ഏരിയയിൽ കൂടി കുറേ സൈക്കിൾ ഓട്ടി. നല്ല നല്ല സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചു, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഏതായാലും ഉടനെ തന്നെ ഒരു പിക്നിക്കിന് വരാൻ പറ്റിയൊരു നല്ല സ്പോട്ട് നോക്കി വെച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് സൈക്കിളോട്ടി പോയി. പോകുന്ന വഴിക്ക് തന്നെ വീട്ടിൽ നിന്ന് കോള് വന്നു, ജില്ലു ബേബി എണീറ്റ് കരച്ചിലാണ് എന്നൊക്കെ പറഞ്ഞ്. എന്നാലും ഞാനൊരു അരമണിക്കൂർ ലേറ്റായിട്ടൊക്കെയാണ് ഞാൻ വീട്ടിലെത്തിയത്. കാരണം എനിക്ക് നേരെ വരായിരുന്നു, പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒന്ന് എൻജോയ് ചെയ്ത് കറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. അപ്പം നോക്കിക്കോളും മോളെ. വന്നപ്പോഴത്തേക്ക് രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. മുട്ടയൊക്കെ പൊരിച്ച് രണ്ടുപേരും കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജിലു എന്നെക്കാളും കുറേ കൂടി കംഫർട്ടബിൾ അച്ചാച്ചൻ്റെ അടുത്താണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക ഒരു അപ്പന്മാരോടായിരിക്കും പെമ്മക്കൾക്ക് സ്നേഹം എന്ന് പറയത്തില്ലേ, അതുള്ളതായിരിക്കും. എന്നെക്കാളും കുറച്ചുകൂടി അടുപ്പം ജിലുവിന് അച്ചാച്ചൻ്റെ അടുത്താണ്. ഞങ്ങളന്നേരം ഒരു സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ മാക്സിമം ജിലുവിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ശ്രമിക്കും. കാരണം നമ്മളെന്താ കഴിക്കുന്നത് എന്നെല്ലാം പിള്ളേർ നോക്കി പഠിക്കും. ഞാൻ പറഞ്ഞ കണക്ക് പിക്കി ഈറ്ററാകാൻ ചാൻസ് വളരെ കുറവാണ്. ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി. ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്, ഒരു മണിക്കൂർ ട്രിപ്പ്. അപ്പം പോകുന്ന വഴിക്ക് ഞങ്ങളൊരു മെക്ഡിയിൽ നിർത്തി. ഇന്ന് ഡയറ്റൊക്കെ മാറ്റി വെച്ച് നന്നായിട്ടൊരു ഫാസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ജിലുവിനും ഫുഡ് കൊടുത്തു. ജിലുവിന് ചിക്കൻ നഗറ്റ്സാണ് കൊടുത്തത്. അതും കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞങ്ങൾ മിൽട്ടണിൽ നിർത്തി ഒരു ഷോപ്പിൽ കയറി കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങണം. ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങുന്നതിൽ വളരെ പുറന്നോട്ടാണ്. എനിക്ക് വേറൊരാൾക്കൊരു സാധനം വാങ്ങിച്ച് കൊടുക്കാൻ, ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ ഞാൻ ഭയങ്കര പുറന്നോട്ടാണ്. എനിക്ക് എന്തെടുക്കണം എന്നറിയത്തില്ല. റീസെൻ്റ്ലി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം അവിടെ ഒരു പാർട്ടി ഉണ്ട്. അതിന് പോകാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് വാങ്ങണം. ഞാൻ കറങ്ങി എന്തുമാത്രം സാധനങ്ങൾ നോക്കി. എനിക്ക് വേറൊരാൾക്ക് ചൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് സാധനങ്ങൾ എടുത്തേനെ. മറ്റുള്ളവർ അതിൻ്റെ ഒരു ടേസ്റ്റിന് പിടിക്കുമോ എന്നൊന്നും അറിയത്തില്ലല്ലോ. ഏതായാലും ഞാൻ നല്ലൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം നല്ല മഴ. ഇന്ന് GTA നല്ല മഴയുള്ള ദിവസമാണ്. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ബ്രാംപ്ടണിലാണ്. ബ്രാംപ്ടണിൽ ബോട്ട് റേസ് കാണാൻ വന്നിരിക്കുകയാണ്. ഓണത്തിനോടടുപ്പിച്ച് ഇത് കണക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതേപോലെ ഒരെണ്ണമാണ് എല്ലാ വർഷവും നമ്മൾ കാണാൻ വരുന്ന ബോട്ട് റേസ്. പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു, എന്താവും എന്നറിയത്തില്ല. പക്ഷേ കറക്റ്റ് ഫൈനൽ നടക്കുന്ന സമയത്ത് മഴയൊക്കെ മാറി നിന്നുകൊണ്ട് ബോട്ട് റേസ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഫൈനലായി. ഞങ്ങൾ വൈകുന്നേരം ആയി എത്തിയപ്പം. രാവിലെ തൊട്ടേ പരിപാടി നടക്കുന്നതാണ് ഇവിടെ. അപ്പോൾ വൈകുന്നേരത്തെ ഫൈനൽ ഏതായാലും കാണാൻ പറ്റി. പക്ഷെ ആര് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല. ഫൈനൽ കണ്ടിട്ട് അവിടെയുള്ള ഒരുപാട് പേരെ കാണാനാണ് ആക്ച്വലി വരുന്നത്. നമ്മൾ ഒരുപാട് ഒരു 8 കൊല്ലത്തോളം ബ്രാംപ്ടണിലുണ്ടായിരുന്നതല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് പരിചയക്കാരുണ്ട്. അപ്പോൾ മെയിൻലി പരിചയക്കാരെ എല്ലാം കാണുന്ന ഒരു സ്ഥലം എന്ന രീതിയിലാണ് ഇവിടെ ബോട്ട് റേസ് കാണാനായിട്ട് വരുന്നത്. അങ്ങനെ ഒരുപാട് പേരെ കണ്ടു. ജിലുബേബിയായിട്ട് കുറേ പേര് ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ 8 മണിയായപ്പോഴത്തേക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ സീനയുടെ മനുവിൻ്റെ വീട്ടിലേക്ക് എത്തി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും ജിലുബേബിയുടെ എനർജി
ഒട്ടും തന്നെ ചോർന്നിട്ടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും. അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു രാത്രി വരെ. എല്ലാവരെയും സോപ്പിട്ട് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഡാൻസ് കളിച്ചും ഒക്കെ കാണിച്ച് എല്ലാവരും സോപ്പിട്ടിട്ടുണ്ട്. ആൻഡ് കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരു പാർട്ടി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. രാത്രി നല്ല ലേറ്റായി നമ്മൾ ബ്രാംപ്ടണിൽ തിരിക്കാൻ. ബ്രാംപ്ടണിൽ ഏകദേശം 1 മണിക്കൂർ പുറത്ത് ട്രാവലുണ്ട്. അതുകൊണ്ട് ഞാനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അച്ചാച്ചനും ജിലു ബേബി ഉറങ്ങിയോണ്ട് എനിക്ക് നല്ല ഉറക്കം വന്നു. ഈ ഉറക്കത്തോടെ വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ ജീവനായ 2 ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ടിമ്മിൽ നിർത്തി ഒരു എക്സ്പ്രസ്സോ ഷോട്ട് വാങ്ങിച്ച് കഴിച്ചു. അത് കഴിച്ചപ്പോൾ തന്നെ ഉറക്കം ഒരുവിധം അങ്ങ് മാറി. എന്നിട്ട് നേരെ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ വന്നു കിടന്നു. പക്ഷെ എനിക്ക് ഉറക്കം ഒട്ടും കിട്ടിയില്ല. കാരണം വെളുപ്പിന് തന്നെ ഉറക്കം എണ്ണീറ്റ് ഒരുത്തി എന്നെ വിളിച്ചുണർത്തി. അവളുടെ കൂടെ കളിക്കാനായിട്ട് വിളിച്ചുണർത്തുക. ഞാൻ ആകെ 2 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അവൾ 10 മണിക്കേ ഉറങ്ങിയതാണല്ലോ അവിടെ വെച്ചേ. അതൊന്നും നോക്കിയില്ല. എന്നെ വിളിച്ചുണർത്തി. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം. അതുകൊണ്ട് ഞാൻ എണ്ണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് സൺഡേ രാവിലെ തന്നെ ഒരു ഷോപ്പിംഗ് ആണ്. ഒരു ഡു ലിസ്റ്റ് എല്ലാം ഉണ്ടാക്കി ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് പോവുകയാണ്. സൺഡേ യൂഷ്വലി എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക, വീട്ടിൽ ഇരിക്കുക, പാർട്ടിക്കൊന്നും പോരുത് എന്നുള്ള രീതിയിലാണ്. അതായത് ഞങ്ങൾ ഷോപ്പിംഗ് ലിസ്റ്റ് ഒരു 3 ആഴ്ചത്തേക്കുള്ള മെനു ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഷോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ലണ്ടനിലെ കോസ്കോയിലാണ് പോകുന്നത്. ലണ്ടനിലെ കോസ്കോയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ സാധാരണ കിച്ചണിലാണ് പോകാറ് കേട്ടോ. അപ്പം ലണ്ടനിലെ കോസ്കോയിൽ പോയി നമ്മുടെ മെയിൻ ഗോളെന്ന് പറയുന്നത് പ്രോട്ടീൻ എടുക്കുക എന്നുള്ളതാണ്. ചിക്കൻ, ബീഫ്, ലാംബ്, സോസേജ്, എഗ്ഗ് അങ്ങനെ തുടങ്ങിയ എല്ലാവിധ പ്രോട്ടീൻസുമാണ് എടുക്കുന്നത്. ഞാൻ വെജിറ്റബിൾ ഒന്നും കോസ്കോന്ന് വാങ്ങാറില്ല. ആൻഡ് വെജിറ്റബിൾ മാത്രമല്ല ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് അട്രാക്റ്റീവായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ. അതൊന്നും വലുതായിട്ട് തപ്പാറില്ല. ചെന്ന് നോക്കും, വായിച്ച് നോക്കും. പക്ഷേ അങ്ങനത്തെ സാധനത്തിന് എടുക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനത്തെ പ്രോട്ടീൻസും നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങാറ്. അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ചായ് ടൈമിൽ നിന്ന് കയറി ബബിൾ ടീ വാങ്ങിച്ചു കുടിച്ചു. വണ്ടിയിൽ ഇതാ ടി വി ഉള്ളതുകൊണ്ട് ജില്ലു ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പം കയ്യിലെടുത്ത് വെച്ചിരിക്കും. ആൻഡ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല മഴയുണ്ട്. നല്ല മഴയത്ത് 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും അച്ചാച്ചനും ചെറിയ പനിയുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് സൂപ്പാക്കാമെന്ന് എഴുതി. നമ്മൾ നല്ല അടിപൊളി മട്ടൻ സൂപ്പും മട്ടൻ ബാർബിക്യൂവും ആൻഡ് നൂഡിൽസുമാണ് ഇന്നത്തെ ഡിന്നർ. ആക്ച്വലി അച്ചാച്ചൻ ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട്. ഞാനിതൊരു യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ച റെസിപ്പിയാണ്. ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം പനിക്ക് ബെസ്റ്റാണ് ഒരു സൂപ്പ് എന്ന് പറയുന്നത്. നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പർ ഒരു സൂപ്പ് കുടിച്ചപ്പോഴത്തേക്ക് ആ തൊണ്ടയുടെ വേദനയൊക്കെ അങ്ങ് മാറി. ഏതായാലും ഗുളികയൊക്കെ കഴിച്ച് കിടക്കുമ്പോഴത്തേക്ക് ഇനിയിപ്പം നാളെ ഓക്കെ ആകുമായിരിക്കും. നാളെ രാവിലെ അച്ചാച്ചന് ജോലിക്ക് പോകണം. അതുകൊണ്ട് മട്ടൺ റോസ്റ്റും കുറച്ച് വെജിറ്റബിളും ഒക്കെ ഞാൻ മാറ്റി വെച്ചു നാളെ കൊണ്ടുപോകാനായിട്ട്. ആൻഡ് ജിലു ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും അവൾ കഴിക്കും. അതുകൊണ്ട് തന്നെ മീറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെ അവൾ കഴിക്കും. അവൾ കഴിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചില അമ്മമാർക്കൊക്കെ പേടിയാവും എൻ്റെ കൂടെ ഇരിക്കുന്നേ. കാരണം അവളുടെ തൊണ്ട കുടുങ്ങുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ആക്ച്വലി അവൾ അതിന് ട്രെയിൻഡാണ്. അവൾ കഴിക്കുന്ന എന്ത് സാധനം അവളുടെ തൊണ്ടയിൽ കുടുങ്ങത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, പോവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൾ തുപ്പിക്കളാറുണ്ട്. ആൻഡ് മാക്സിമം അവൾ ചവച്ച് കഴിക്കും. ആൻഡ് മീറ്റ് ഭയങ്കര ഇഷ്ടമുള്ള കൊച്ചാണ്. ഏതായാലും ഇന്ന് വീക്കെൻഡ് തീരുകയാണ്. ഞാൻ എല്ലാ ക്ലീനിങ്ങും എല്ലാം ചെയ്ത് വെച്ച്, നാളെ ജോലിക്കൊന്നും പോകണ്ടല്ലോ, എന്നാലും എല്ലാം റെഡിയാക്കി വെച്ച് കിടക്കാൻ പോവാണ്. അപ്പം നാളെ പുതിയൊരു വീഡിയോയ്ക്കും വരുന്നവരെ ബൈ ബൈ.